ഡൽഹിയിൽ CBCI സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗോട്ടക്കാന സേക്രഡ് ഹാർട്ട് ദേവാലയം സന്ദർശിച്ച മോദി പോപ്പിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതായി പറഞ്ഞു. ജർമ്മനിയിലും ശ്രീലങ്കയിലെ പള്ളികൾക്ക് നേരെയും നടന്ന ആക്രമണങ്ങൾക്കെതിരെ പോരാടാൻ ജനങ്ങൾ മുന്നോട്ട് വരണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. इतना ही स्नेह मुझे हिज होलीनेस पोप फ्रांसिस से भी मिलता है. इसी साल इटली में G7 समिट के दौरान मुझे हिज होलीनेस पोप फ्रांसिस से मिलने का अवसर मिला था. पिछले 3 वर्ष में यह हमारी दूसरी मुलाकात थी. मैंने उन्हें भारत आने का निमंत्रण भी दिया है. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനപ്പെട്ട പല വിഷയങ്ങളിലൂടെയും ആ പ്രസംഗം കടന്നുപോകുന്നു. അതിന്റെ ഉള്ളടക്കം, വിശദാംശങ്ങൾ ബൽറാം. റിജിത്ത്, രാജ്യത്തിന് അല്ലെങ്കിൽ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നതിനായി പ്രധാനമന്ത്രി ഡൽഹിയിലെ CBCIയുടെ ആസ്ഥാനം തന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. CBCI ആസ്ഥാനത്ത് സഭാധ്യക്ഷന്മാർക്ക് ഒപ്പമാണ് പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷിച്ചത്. ഒപ്പം തന്നെ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുകയും ക്രിസ്മസ് ദിന സന്ദേശം അദ്ദേഹം നൽകുകയും ചെയ്തത്. ഈ വേദിയിലായിരുന്നു അദ്ദേഹം ക്രിസ്മസ് ആശംസകൾ നേരാനായി എത്തിയത്. CBCI ആസ്ഥാനത്തെ അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ എല്ലാം തന്നെ പ്രധാനമായും ക്രിസ്ത്യൻ സമൂഹവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പേരുകൾ പരാമർശിച്ചു. പുരോഹിതർ, വിദേശത്ത് കുടുങ്ങിയ 2 പുരോഹിതരെ തിരികെ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ, ഒപ്പം വിദേശത്ത് കുടുങ്ങിയ നേഴ്സുമാരെ മടക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ, ഒപ്പം തന്നെ യേശുക്രിസ്തു നൽകുന്ന സന്ദേശം അത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയുമാണ് എന്നും സമൂഹത്തിൽ സംഘർഷമുണ്ടാകുമ്പോൾ തൻ്റെ ഹൃദയം വേദനിക്കുമെന്നും അദ്ദേഹം ഈ വേദിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടെയുണ്ടായ ഭരണനേട്ടങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം ഈ വേദിയിൽ എടുത്തു പറയുകയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം അദ്ദേഹം വീണ്ടും പങ്കുവയ്ക്കുകയും ചെയ്തു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേർന്നാണ് അദ്ദേഹം ഇവിടെ നിന്നും മടങ്ങിയത്. ഇത് ചരിത്രപരമായ മുഹൂർത്തം എന്നാണ് CBCI അധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്തിൽ ഇതിനോട് പ്രതികരിച്ചത്. അത്തരത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തിലെ വിവിധ അധ്യക്ഷന്മാർ എല്ലാവരും തന്നെ ഈ പ്രധാനമന്ത്രി ഈ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനായി CBCI ആസ്ഥാനത്ത് എത്തിയതിനെ സ്വാഗതം ചെയ്യുക തന്നെയാണ് ഉണ്ടായത്. 80 വർഷം നീണ്ട CBCIയുടെ ചരിത്രത്തിലെ ആദ്യമായാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആസ്ഥാനത്ത് എത്തി ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കുകയും ക്രിസ്മസ് ദിന സന്ദേശം നൽകുകയും ചെയ്യുന്നത്. അത് വലിയൊരു ആഘോഷമായി, ഒരു ചരിത്ര മുഹൂർത്തമായി മാറ്റാൻ തന്നെയാണ് ഈ CBCIയുടെ തീരുമാനം. അത്തരത്തിൽ വലിയ ഒരുക്കങ്ങൾ തന്നെ പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ ഇവിടെ ഒരുക്കിയിരുന്നു. റിജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു.